ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചാണ് സാധാരണഗതിയിൽ നമ്മൾ പനോരമ ഫോട്ടോസ് ക്രിയേറ്റ് ചെയ്യാറുള്ളത്. പക്ഷേ ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ബുദ്ധിമുട്ടുള്ളതാണ്. ഇതിനായിട്ട് നമ്മൾ ചെയ്യാറുള്ളത് പനോരമയായിട്ട് എടുത്തിട്ടുള്ള 2 ഫോട്ടോകൾ ചേർത്ത് 2 ലെയറുകളാക്കിയതിനു ശേഷം ഓട്ടോ അലൈൻ ലെയേഴ്സ് എടുത്ത് ഓട്ടോ അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ് ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇതിനി മാസ്ക് ചെയ്ത് കഴിഞ്ഞാലും കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിന് ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു വഴിയാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. വെൽക്കം ടു റീനസ് അക്കാഡമി 100 ഡേയ്സ് 100 ട്യൂട്ടോറിയൽ. അഡോബ് ബ്രിഡ്ജിനകത്ത് നിന്ന് നമ്മളെടുത്ത 2 ഫോട്ടോസും സെലക്ട് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഓപ്പൺ ഇൻ ക്യാമറ റോ. ഈ 2 ഫോട്ടോയും ഷിഫ്റ്റോ കൺട്രോളോ വെച്ച് സെലക്ട് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മെർജ് ടു പനോരമ എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും. ഇതിൽ ഏതാണോ നിങ്ങൾ ഇമേജിന് ആപ്റ്റ് ആണെന്ന് ചൂസ് ചെയ്ത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നേരത്തെ ജനറേറ്റ് ചെയ്ത പോലെയല്ല, ഇവിടെ നമുക്ക് അങ്ങനെ ബൗണ്ടറീസോ കാര്യങ്ങളോ ഒന്നും കാണാനില്ല. ഇമേജ് കറക്റ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഓട്ടോ സെറ്റിംഗ്സും ഓട്ടോ ക്രോപ്പും വേണമെങ്കിൽ കൊടുക്കാം. അതിനുശേഷം മെർജ് കൊടുക്കുക, സേവ് കൊടുക്കുക. അപ്പൊ ഇതൊരു ന്യൂ ഡോക്യുമെന്റ് ആയിട്ട് DNG ഫയലായിട്ട് ക്രിയേറ്റ് ആവും. ഇനി സാധാരണ പോലെ നമുക്ക് വേണ്ട എഡിറ്റ്സുകൾ ഇമേജിനകത്ത് കൊണ്ടുവരാം. ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ഓൺ ദി നെക്സ്റ്റ് വീഡിയോ.